സംരക്ഷിക്കും ആന്റണി രാജു എംഎൽഎയും മന്ത്രി കൂടിയായ ആന്റണി രാജു അറസ്റ്റുമായി ബന്ധപ്പെട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദേശം നടത്തിയ ആശുപത്രിയിൽ പ്രതികളായ അടിമത്തത്തിൽ കൃത്രിമം വരുത്തി മാറ്റം നൽകി ആ കേസിൽ നിന്ന് ആ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ നടപടി അത് തെറ്റാണെന്ന് കോടതി കണ്ടെത്തുകയും അതുപോലെ തന്നെ അദ്ദേഹത്തെ ശിക്ഷിച്ചുകൊണ്ടുള്ള വിധി ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വരികയുണ്ടായി. നമുക്കറിയാം, ഇത് കേരളത്തിൽ ഒരു ഇടതുപക്ഷം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വലിയ ലജ്ജ തോന്നുകയാണ്. നമുക്ക് എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ പ്രബുദ്ധ കേരളം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. മന്ത്രിയും എംഎൽഎയുമായ ഒരു ആന്റണി രാജു അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിധി അല്ലെങ്കിൽ ഒരു കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി തൊണ്ടി മുതൽ പോലും കോടതിയെ പോലും കബളിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ നീതി സംവിധാനത്തോട് ബഹുമാനം കാട്ടാതെ ആ നീതി സംവിധാനത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് തൊണ്ടി മുതൽ അടിച്ചു മാറ്റുന്ന ഒരാളെ മന്ത്രിയും എംഎൽഎയും ആക്കിയ ഒരു ഭരണകൂടമാണ് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ഇടതുപക്ഷ ഭരണം എന്ന് പറയുന്നത് മുഴുവൻ കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, പെൻഷൻ അടിച്ചു മാറ്റുന്ന ഇടതുപക്ഷത്തെ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രളയ ഫണ്ട് അടിച്ചു മാറ്റുന്ന ഇടതുപക്ഷത്തെ നമ്മൾ കണ്ടു. അതിനുശേഷം സഹപ്രവർത്തകർ അല്ലെങ്കിൽ രക്തസാക്ഷികളുടെ ഫണ്ട് പോലും അടിച്ചു മാറ്റുന്ന കേരളത്തിലെ ഇടതുപക്ഷം നമ്മൾ കണ്ടതാണ് ദിവസങ്ങൾക്ക് മുന്നിൽ. അതിനുശേഷമാണ് കേരളത്തിലെ സ്വർണം പോലും അയ്യപ്പന്റെ ദേവന്റെ വിഗ്രഹമടക്കം സ്വർണം പോലും ശബരിമലയിലെ ഏറ്റവും പരിപാവനമായ സ്വർണം പോലും അടിച്ചു മാറ്റുന്ന കള്ളന്മാരെ ഈ കേരളം കണ്ടത്. ഇപ്പോൾ അതിനേക്കാൾ വലിയ നാണം കെട്ട വാർത്തയാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി അടിവസ്ത്രം അടിച്ചു മാറ്റുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തെ മന്ത്രിമാരും ജനപ്രതിനിധികളും മാറുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു ആരോപണമുണ്ടായി, വലിയ വിവാദമുണ്ടായ വിഷയത്തിൽ അദ്ദേഹത്തെ എടുത്ത് തോളിൽ തുറന്ന പിണറായി വിജയൻ കേരളത്തിൽ മുഴുവൻ നാണക്കേടായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കേസിന്റെ പ്രധാനപ്പെട്ട വിചാരണ കാലാവധി അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. കേരളത്തിലെ മന്ത്രിമാരും എംഎൽഎമാരും ഇതുപോലെ നിരവധി കേസുകളിൽ വിചാരണ നേരിടുകയാണ്. അന്ന് കേരളത്തിലെ പൊതുസമൂഹം പറയുന്നുണ്ട്, നിങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണ വിധേയരായ ആളുകൾ അല്ലെങ്കിൽ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണം. വിചാരണ കാലാവധിയിൽ നിങ്ങൾ മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്നത് നിയമ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് പ്രതികളെ സ്വാധീനിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഈ മന്ത്രി പദവി നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കണമെന്ന് കേരളത്തിലെ മുഴുവൻ സമൂഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാരോട് കേരളത്തിലെ മുഴുവൻ സമൂഹം കോൺഗ്രസും ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ കോടതി വിധി വരട്ടെ എന്ന അഹങ്കാരത്തോടുകൂടി പോകുന്ന കേരളത്തിലെ ഏതൊക്കെ മന്ത്രിമാരെയാണ് നമ്മൾ കാണുന്നത്.